സംസ്ഥാനത്ത് നാളെ മുതൽ വീണ്ടും മഴയ്ക്ക് സാധ്യത. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ലെങ്കിലും നാളെ മുതൽ വീണ്ടും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 ദിവസവും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ആഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, എങ്ങനെയാണ് അലർട്ട്? അശ്വതി, സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ന് പ്രത്യേകിച്ച് ഒരു ജില്ലയ്ക്കും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. പക്ഷെ നാളെ മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ കാറ്റും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. നാളെ 6 ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമായിരിക്കും മഴ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുക എന്നുള്ളതാണ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 28-ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 29-ന് തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. പക്ഷേ 3 ദിവസത്തേക്കുള്ള മുന്നറിയിപ്പുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇന്ന് മഴയ്ക്ക് മുന്നറിയിപ്പായി നൽകിയിട്ടില്ലെങ്കിൽ പോലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത് എന്നുള്ളതാണ്. നാളെ മുതലായിരിക്കും ശക്തമായ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടാവുക. ശ്രുതി, ഓക്കെ, ആഷിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.